നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് മെലാസ്മ അല്ലെങ്കിൽ കരിമാംഗല്യം ഉണ്ടല്ലോ, അത് ഒരു ഗ്രേയിഷ് ആയിട്ട് ബ്രൗൺ ആയിട്ട് ഒരു പാച്ചസ് നമ്മുടെ ചീക്സിലും നമ്മുടെ കവിളുകളിലും നെറ്റിയിലും അതുപോലെ തന്നെ മൂക്കിന്റെ രണ്ട് സൈഡിലായിട്ടൊക്കെ വരുന്നത് ആണ്. അതായത് രണ്ട് സൈഡിലും ഒരേപോലെ ബ്ലാക്ക് ആയിട്ട് വരുന്നതാണ് കരിമാംഗല്യം എന്നുള്ളത്. അല്ലാതെ ചെറിയ ചെറിയ സ്പോട്സ് അല്ല. ഇത് ശരിക്കും വളർന്ന് കുറച്ച് ഏരിയാസിൽ ഇത് കവർ ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഇത് ഒത്തിരി ആൾക്കാർ ഇതുമായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. സ്ത്രീകളാകട്ടെ പുരുഷന്മാരാവട്ടെ ഒരു ഏജ് കഴിയുമ്പോൾ ഒരു 40 years ഒക്കെ കഴിയുമ്പോൾ തൊട്ട് വരാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊരു മെനോപോസൽ ഏജിലൊക്കെ ആയിരുന്നു വരുന്നത്. എന്തെങ്കിലും ഹോർമോണൽ ഡിഫിക്കൽട്ടീസോ ഇംബാലൻസോ ഉണ്ടെങ്കിൽ വരുന്ന സാധനം ഇപ്പോൾ അത് ഇല്ലാതെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് 2-3 ടൈപ്പ് ഉണ്ട്. അതിലൊന്ന് പ്രത്യേകമായിട്ടും ട്രിഗേർഡ് ബൈ നമ്മുടെ സൺ എക്സ്പോഷർ ഹോർമോണൽ ഇംബാലൻസസ് ആണ്. അതായത് നമുക്ക് സൂര്യൻ പ്രകാശം ഡയറക്റ്റ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സാധനം കുറച്ച് ചൊറിച്ചിൽ വെച്ച് കുറച്ച് ആ ബ്ലാക്കിഷ് എന്നുള്ളത് കുറച്ച് റെഡിഷ് കുറച്ച് നാളത്തേക്കായിരിക്കും, പിന്നെ അത് തിരിച്ചു പോകും. അതൊരു സൺ എക്സ്പോഷർ കൊണ്ടുണ്ടാവുന്ന UV റേസിന്റെ അലർജിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഹോർമോൺസിന്റെ പ്രത്യേകത കൊണ്ടുണ്ടാവുന്നതിൽ ചിലതിൽ സണ്ണ് അലർജി ഉണ്ടാവാം, ചിലതിൽ അലർജി ഇല്ലാതിരിക്കാം. അപ്പൊ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സൺലൈറ്റ് കൊണ്ടാൽ അലർജി ഇല്ലാത്തതും അലർജി ഉള്ളതുമാണ് മെയിനായിട്ട് വരുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഹാംലെസ് ആയിട്ടുള്ളൊരു സംഭവം. നമുക്ക് വേദന ഇല്ലാതെ പഴുക്കത്തില്ല, വേറെ ഒരു കാര്യങ്ങളിലും തരത്തില്ല. പക്ഷെ നമുക്ക് സൈക്കോളജിക്കലായിട്ടും ഒരു ഡിസ്റ്റർബൻസ്, ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ് നമ്മളെ ഒരു സൗന്ദര്യത്തെ കുറിച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴെന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഇതിന് അവൈലബിൾ ആണ് കേട്ടോ. ഒത്തിരി കെമിക്കൽ പീലിങ്സ് അവൈലബിൾ ആണ്, കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. പക്ഷെ ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് തുടക്കത്തിലാണെങ്കിൽ വീട്ടിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. തുടക്കത്തിൽ അല്ലെങ്കിൽ പോലും നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ. കാരണം ഒത്തിരി ആൾക്കാർക്ക് ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഇരട്ടി മധുരത്തിന്റെ ഫേസ് പാക്ക് ആണ് കേട്ടോ. ഇരട്ടി മധുരം പാലിലോ തൈരിലോ വെറും വെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് ഈ മെലാസ്മയില് ദിവസത്തിൽ ഒരു നേരം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു 1 മണിക്കൂർ മുഖത്തിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാന്നുള്ളതാണ്. അത് ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ആയിട്ടും രാത്രി കിടക്കുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ഒരു ക്രീമും പറഞ്ഞുതരാം. ഹിമാലയയുടെ ബ്ലെമിനോ എന്ന് പറയുന്ന ഒരു ക്രീമാണ്. അത് ശരിക്കും ഡേ ക്രീമാണ്. അത് പുരട്ടിയിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം. എന്നാൽ പോലും നൈറ്റിൽ പുരട്ടിയിട്ട് കിടക്കുന്നതാണ് നല്ലത്. അപ്പൊ ഈ ഇരട്ടി മധുരത്തിന്റെ പാക്കും ഈ ബ്ലെമിനോർ എന്ന് പറയുന്ന ഹിമാലയയുടെ ക്രീമും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു ഒത്തിരി കുറയും. ഈ മെലാസ്മ കംപ്ലീറ്റ്ലി ഒന്നും അറ്റ സ്ട്രെച്ച് പോകില്ല, പക്ഷെ നമുക്ക് നോട്ടീസ് ചെയ്യാത്ത രീതിയിൽ മുഖത്തത് പതുങ്ങിയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ ആയുർവേദ വിധിപ്രകാരമുള്ള കഷായങ്ങളും അരിഷ്ടങ്ങളും എണ്ണകളും, അതിന് നമുക്ക് പേര് പറയാത്തതിന്റെ കാരണം ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഒരു 4-5 തരം കഷായങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ആർക്കൊക്കെ ഏത് ഏജിൽ ഏത് കണ്ടീഷനിൽ മെലാസ്മയുടെ സ്പ്രെഡ് അനുസരിച്ചിട്ട് ഇയർ അനുസരിച്ചിട്ട് എത്രമാത്രം കൊടുക്കണം എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ആയുർവേദ എക്സ്പേർട്ടിനെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ മേൽ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കിയാൽ റിസൾട്ട് ഉണ്ടാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.